ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വീട്ടിൽ ആരുമല്ല. ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാരും എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ്. അതും സുധിച്ചേട്ടന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും? 5-6 വയസ്സ് തികഞ്ഞ കുട്ടീനെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ അവകാശപ്പെട്ട വീടേ അല്ലത്. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ലത്. രേണു സുധി എന്നുള്ള പേര് ഇപ്പൊ എന്താ പറയാ, സുധിച്ചേന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുധി എന്നുള്ള പേര്. ഇന്നും ഞാൻ സുധിച്ചേന്റെ ഭാര്യയല്ലേ. ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇല്ലെന്നൊന്നും ആരും പറയണ്ട, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവെന്ന നിലയിലും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്ന ഈ രേണു സുധി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ. നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ രേഷ്മ പി തങ്കച്ചൻ. ഓക്കെ, അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യയാകുമ്പോൾ രേണു സുധി തന്നെ. ഇനിയിപ്പം നാളെ വേറൊരാളുടെ ഭാര്യ ആയാൽ, ആകോ ഇല്ലോ തന്നെ ആയാൽ, ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും. സുധിച്ചേട്ടൻ അദ്ദേഹം മരിച്ചു പോയതല്ലേ. അദ്ദേഹം മരിച്ചു, ഞാൻ പറയട്ടെ, ജീവനോടെ ഉള്ള ഒരാളുടെ കാര്യം പറയുന്ന പോലാണോ മരിച്ചു പോയ ആളുടെ കാര്യം? നമ്മൾ അതെന്തിനാണ് അത് എടുത്തിടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ജീവനോടുണ്ട്. ഞാനൊരു സമയത്ത് ഒരു ദിവസം മരിച്ചു പോയാൽ പിന്നെ അതെന്താണ് ഈ എന്താ പറയാ, പിന്നെ തോണ്ടി ശവകുടീരം തോണ്ടി എന്തിനാണ്? അനുമോൾ വളർച്ചയിൽ ഞാനിതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലെ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കും രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷിൻ ചേട്ടനും എന്നെ അറിയാമെന്നാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകൻ, അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. എന്നാലും പള്ളിന്ന് വിളിക്കുന്ന തെണ്ടി തൊട്ട് ഇതിനിടയ്ക്ക് കമന്റ് ഇടുന്ന തെണ്ടി പള്ളി. ഒരു ഡെലിവറിക്ക് ശേഷം തമ്മനെ പോലുള്ള ആക്ട്രസിന്റെ ഒക്കെ വയറ് കിട്ടുക അത് ഭാഗ്യം തന്നെയാണ്. എങ്ങനെയാ നമ്മള് ലൈനിലേക്ക് നിൽക്കുന്നതൊക്കെ അറിയുന്ന ആൾക്കാർ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ ഞാൻ കണ്ടത് വന്നുകൊണ്ടിരിക്കും. കാശുള്ളവര് മേടിച്ചിരുന്ന കാശുമാർ. ഞാൻ ലെസ്ബിയനല്ല. ലെസ്ബിയനാണ് ഞാൻ തുറന്നു പറയാം, ലെസ്ബിയനാണെന്ന് പറയാം. എനിക്കൊരു മടിയില്ല. ഇനി ബൈ ആണോ എന്ന് ചോദിച്ചാലും ഞാൻ അതല്ല. ഞാൻ ലെസ്ബിയനും അല്ല, ബൈയും അല്ല. ട്രീറ്റ്മെന്റ് റൂമയിലാണ് ചെയ്യുന്നത്. റൂമ കോസ്മെറ്റോളജിയിലാണ് അവരാണ് ചെയ്യുന്നത്. ഹെയറിന് ട്രീറ്റ്മെന്റ്, ഫേസ്, നമ്മുടെ സ്കിന്ന്, ഗ്ലൂട്ടാത്ത്, കർത്താവിന്റെ പാട്ട് വരെ വന്ന് കറക്റ്റാ. ഗ്ലൂട്ടാത്തയൺ എടുക്കുന്നുണ്ട്, ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്നിന് തന്നെ ഗ്ലോ കിട്ടാനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാം റൂമ കോസ്മെറ്റോളജിയാണ് ചെയ്യുന്നത്. ഈ സാധനത്തിന് മാത്രം ഫോട്ടോ ഞങ്ങളെ എടുക്കും. പ്രൊഡ്യൂസർ എന്റെ ഈ സാധനത്തിന് മാത്രം എടുക്കുന്നത്. ഞാൻ പറയുന്നില്ല എന്റെ എടുക്കണമെന്ന്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആകും എന്നേ പറഞ്ഞു. അല്ലാതെ അബോർഷൻ എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുന്നത്. പട്ടുപാട ബ്ലൗസ് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് അമ്പലത്തിലൊരു പരിപാടിക്ക് പോകത്തില്ല, ഇപ്പൊ ഇടുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീറ്റ് ബെൽറ്റ് മാറ്റി കാണിക്കാനാണോ കാണിക്കാതെ എന്റെ സീറ്റ് ബെൽറ്റ് ഞാൻ ഇങ്ങനെ ഇടണോ അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഇടണോ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ കാറിനകത്ത് കയറിയിട്ട് അവരുടെ സീറ്റ് ബെൽറ്റ് അല്ലല്ലോ ഞാൻ ഇട്ടത്. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മുക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ പ്രശ്നം നടക്കുമല്ലേ, എന്താ അറിയില്ല. എന്തായാലും ആ സമയമൊക്കെ നമ്മുടെ യുദ്ധമൊക്കെ അവസാനിക്കട്ടെ. എല്ലാം വേഗം, എത്രയും വേഗം, ആ സമയമൊന്നുമില്ല, എത്രയും വേഗം 2 ദിവസമെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും ഒരു സമാധാനം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കൈ പിടിക്കും തിരുനാടകശാല ചേർന്നു നിൽക്കും. ഏതവളാണേലും പെൺകുട്ടികൾ എന്നെ ഇവൾക്കൊക്കെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേടി, എടിയും തന്നെ ഞാൻ വിളിക്കും. നിന്റെയൊക്കെ അവസ്ഥ, ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. വരുമ്പോ നിനക്കൊക്കെ അറിയാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? 10,000, 2,000, 500 രൂപയ്ക്ക് ഞാൻ തെണ്ടി നടന്നപ്പോ നീ ഒന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ 2 മക്കളെ നോക്കാനും വീട്ടുകാരെ നോക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും വാടക എടുക്കാനും കൊടുക്കാനും ഒക്കെ ഞാൻ തെണ്ടി നടന്നിട്ടുണ്ട്. അറിയാവോ? അനുമോളുടെ തിരക്ക്, രേണുസുതിന്റെ തിരക്ക്. കഴിഞ്ഞ ദിവസം തന്നെ പെണ്ണായ പ്രഗ്നന്റ് ആവുമെന്നാ പറഞ്ഞു. പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നന്റ് ആവുന്നത്. അതിന് പെണ്ണായ അബോർഷൻ ആക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങനല്ല പറഞ്ഞു.